യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ പാച്ചുവിൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, സ്പെഷ്യൽ വ്ളോഗുമാണ് കേട്ടോ. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ വീട്ടിൽ ഞാൻ വന്നേക്കുക രാവിലെ. അപ്പം ഇന്നലെ തൊട്ട് പരിപാടിയൊക്കെ തുടങ്ങി, നമ്മൾ ഡ്രസ്സ് എടുക്കാനും അത് ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ബിസി ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ ഓർത്തു. കഴിഞ്ഞ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കഴിഞ്ഞ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. ഇപ്പം എന്നാൽ ബർത്ത്ഡേ വ്ളോഗ് രാവിലെ തൊട്ടത്തെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ പാച്ചുവിൻ്റെ വീട്ടിലാണ്, അവരുടെ റൂമിൽ ഞാനിപ്പം ഇൻട്രോ എടുക്കാനായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം പാച്ചു അവിടെ കളിക്കുന്നുണ്ട്, പുറത്താണ് കേട്ടോ. ഞാൻ റൂമിൽ കയറി ഇൻട്രോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫുഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും പിന്നെ പാലപ്പമാണ് ഉദ്ദേശിക്കുന്നത്. 7 മണിക്ക്. 7 മണിക്കാണ് നമ്മൾ കേക്കും കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം രാവിലെ ഇന്നലെ തൊട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇന്ന് കട്ടിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. രാവിലെ തൊട്ട് ഇങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ ഒക്കെ ആയി കേട്ടോ. രാവിലെ ഒരു 10 മണിയൊക്കെ ആയി. അവന് കേക്ക് മേടിക്കാനൊക്കെ പോകുന്നുണ്ട്. 4 മണിയൊക്കെ ആകുമ്പോൾ പോകണം. 7 മണിക്കാണ് കേക്ക് കട്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുക കേട്ടോ. ടാറ്റാ ബൈ. അപ്പോൾ അതേൻ്റെ നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ ഇതാണ് കേട്ടോ, നമ്മൾ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭിത്തിയിൽ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാൻ കേട്ടോ. അതിൻ്റെ നമ്മൾ കട്ടിൽ ബലൂണൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. രാവിലെ തൊട്ട് ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇത് തീരുന്നത്. ഇതിൻ്റെ മെറൂണും നമ്മൾ വൈറ്റ് കോംബോ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അവൻ്റെ ഡ്രസ്സും അങ്ങനത്തെ ഒരു ഷെയ്ഡ് കളറാണ്. നമ്മൾ ബലൂൺസ് എടുത്തേക്കുന്നത് മെറൂണും വൈറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഇരിക്കുന്ന കണ്ടില്ലേ ഭിത്തിയിൽ, അത് നമ്മൾ ഓളി ചെയ്തത് ഇന്നലെ രാത്രി 2 മണിയൊക്കെ ആയി. ഞാൻ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും മണിക്കൂട്ടനും ഒക്കെ കൂടിയാണ് രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് എന്തുവാ ഇത്? ഇങ്ങോട്ട് നോക്കിയേ പാച്ചു, ഇങ്ങോട്ട് നോക്കിയടാ. ഹായ് മോനെ, നോക്കടാ, ബർത്ത്ഡേ കാരനല്ലേ, ഇങ്ങ് നോക്കി നോക്കി. അവനിങ്ങനെ വീഴുന്നതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അവൻ്റെ ഹെൽമെറ്റൊക്കെ. പിന്നെ അതെൻ്റെ ഇടച്ചിട്ട് അതെൻ്റെ ബലൂണൊക്കെ സെറ്റ് ചെയ്യുവാണ്. നമ്മൾ കുറേ ബലൂൺ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റൂമിൽ കാണിച്ചില്ലേ, അതൊക്കെ അവിടെ കിടക്കുവാണ്. പിന്നെ ബാക്കി വന്നതാണ് കേട്ടോ ചിറ്റയിരുന്ന് ചെയ്യുന്നത്. പിന്നെ അതെൻ്റെ ഞാൻ പറഞ്ഞില്ലേ വോളിൽ നമ്മൾ ഫോട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഈ ബട്ടർഫ്ലൈ ഒക്കെ നമ്മൾ ചാർട്ട് പേപ്പറിൽ ചേട്ടൻ ചെയ്തതാണ് കേട്ടോ. ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ എല്ലാ സംഭവം ചെയ്യാനൊക്കെ ചേട്ടന് ഭയങ്കര അറിയാം കേട്ടോ. ചേട്ടൻ അങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതേ ബട്ടർഫ്ലൈയിൽ ചാർട്ട് പേപ്പറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇതേ ഈ വാൾപേപ്പർ അല്ലല്ലോ, വോളിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നവൻ്റെ 12 മന്ത് എല്ലാം ഉള്ളതാണ് കേട്ടോ. 8 മന്ത് 6 മന്ത് 7 മന്ത് 9 മന്ത് പിന്നെ 10 മന്ത് 11 മന്ത് 12 മന്ത് പിന്നെ 1 മന്ത് ഇങ്ങനെ എല്ലാ മന്തും ഉള്ള ഇതാണ് കേട്ടോ. പിന്നെ സെൻട്രലുള്ളത് ചാറ്റ് ജിപിടിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതേ ഈ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഒരു പിക്കാണ് കേട്ടോ. അവനെല്ലാവരും എടുക്കുന്ന ഒരു പിക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ അവൻ്റെ അപ്പച്ചൻ, പിന്നെ അമ്മു, ഇതെൻ്റെ അമ്മച്ചി, എല്ലാവരുടെ ഇതെൻ്റെ ഉണ്ണിമ്മ ചേച്ചിയും ബീനമ്മയും അപ്പൂപ്പനും എല്ലാവരും. പിന്നെ ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാന്ന് ഡൗട്ട് വരുമായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. അതെൻ്റെ ചേച്ചിയും ചേട്ടനും അതെൻ്റെ ഉണ്ണിച്ചേട്ടനും ഒക്കെ ഇവരൊക്കെ എടുത്തത്. അമ്മ പിന്നെ പപ്പയൊക്കെ ആയിട്ടുള്ള നമ്മൾ ഫോണിലൊക്കെ എടുത്ത പിക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ക്യാമറയിലും എടുത്തതാണ്. അതെൻ്റെ അച്ചാച്ചനും ചിറ്റയും അവൻ ജനിച്ച സമയത്ത് എടുത്ത പിക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അതെൻ്റെ ഇത് 12 മന്തിൻ്റെയും അപ്പുറത്തുള്ളത് ഫാമിലി ആയിട്ടുള്ളതുമാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കയറി വരുമ്പോൾ നമ്മൾ ഡോറിൻ്റെ അവിടെയും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ ഭയങ്കര കുക്കിംഗ് ആണ്. ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ചിക്കൻ കറിയും പിന്നെ പാലപ്പം ഓർഡർ ചെയ്യുവാണ് കേട്ടോ. പാലപ്പം ഓർഡർ ചെയ്യുക, ചിക്കൻ കറി നമ്മൾ വീട്ടിൽ വെക്കുവാണ് കേട്ടോ. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. അച്ചായി ആക്കാൻ വേണം കേട്ടോ. അച്ചായിയോട് ഞാൻ ഒരു 10 വട്ടം ആയി പറഞ്ഞു. അച്ചായിക്ക് കാത് കേൾക്കത്തില്ല കേട്ടോ.
അതാണ് അച്ഛ കേട്ടില്ല. ഫോട്ടോ സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ വേണ്ട കസാരയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ബെഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കി അമ്മേന്ന് അമ്മ അവിടെ നിൽപ്പുണ്ട്. ഒരു കൊടുത്തേ ഫോട്ടോ അല്ലേ വീഡിയോ എടുക്കുവോ? വാ മോന്റെ പേരെന്നാ? പേര് പറ, പേര് പറഞ്ഞേ. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഒരു മോടുത്തേ മോനെ, ഒരു മോടുത്തേ, ഒരു മോടുത്തേ, ആൾക്ക് ഒരു മോടുത്തേ, കൊടുത്തേ. ബിസ്ക്കറ്റ് കൊടുത്തേ, വായിൽ വെക്കും. പൊന്നെ ആർക്കറിയാം, ആ കമ്മൽ അവിടെ എവിടെ ഉണ്ട്. ഇവനെ എടുത്തപ്പോ ഇവനിങ്ങനെ കാതിലോട്ട് ഇങ്ങനെ തട്ടി, അപ്പൊ ആ കമ്മല് പോയി. ഉമ്മ പറഞ്ഞു പൊന്നി, ഉമ്മ പറഞ്ഞു ബർത്ത്ഡേക്കാരൻ ഒരു എനിക്കതാ റുമാണോ, എനിക്ക് ബാബ കൊടുത്ത പോലെ. ചേട്ടന്റെ കൂട്ടുകാരൻ്റെ അത് മേടിച്ചാണോ? അത് മേടിച്ചാ? ആ എനിക്ക് ഇങ്ങോട്ട് വാ, തുള്ളുവാ. അങ്ങനെ പിടിച്ചടിച്ചാ മതി. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇപ്പോൾ ഗായ്സ് ഇതെൻ്റെ കേക്ക് മേടിക്കാനായിട്ട് 4-4:30 ആയപ്പോഴാണ് കേട്ടോ വന്നത്. കേക്ക് മേടിച്ചോട്ടോ. ഇതെൻ്റെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഡോറിൽ അവിടെ നിന്ന് കയറി വരുമ്പോൾ ബലൂണൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടോ. അത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. ഇതെൻ്റെ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടോ വോളിൽ. ഇതെൻ്റെ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ബലൂൺസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതെൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇല്ലായിരുന്നു, ഞാൻ കേക്കൊക്കെ മേടിക്കാൻ പോയേക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫ്രഷ് ആകാനൊക്കെ കുളിക്കാനൊക്കെ പോയതുകൊണ്ട് ആ ഗ്യാപ്പിൽ ബലൂണൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടോ. നേരത്തെ ബലൂൺ ഇങ്ങനെ ചുമ്മാ കട്ടിലേക്ക് കിടക്കുമായിരുന്നല്ലോ, അതൊക്കെ അവർ ടൈ ചെയ്തിട്ട് നൂലിലാണെന്ന് തോന്നുന്നു ടൈ ഒക്കെ ചെയ്തിട്ട് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോളിൽ. പിന്നെ അതെ ബർത്ത്ഡേക്കാരൻ ഇവിടെ നിന്ന് തുള്ളുവാണ്, ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം നമ്മളെല്ലാവരും റെഡി ആവണം. നമ്മളെല്ലാം കുളിച്ചിട്ടിരിക്കുവാണ്. 7 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് കട്ടാവത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഒരു 6-6:30 ആവുന്നു. ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് വേണം ഒരുങ്ങാൻ. ഞാൻ ഇച്ചിരി അടുത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി റെഡിയാവും. അപ്പം ഞാൻ ഒരുങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാവരും വരാൻ തുടങ്ങി കേട്ടോ. 7 മണിയായി. അങ്ങനെ സെറ്റാകാൻ പോവാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ടേസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. പൊന്നെ നോക്കിയേ, ചിരിച്ചടാ. അങ്ങനെ വേണ്ട നമ്മൾ അച്ചുവിൻ്റെ ഫോട്ടോയും കൂടി വെക്കുവാണ് കേട്ടോ. അച്ചുവും പാച്ചുവും എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ അത്ര വലിയ പെർഫെക്ഷൻ ആയില്ലെങ്കിലും നമ്മളങ്ങനെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ചേച്ചി ഇങ്ങോട്ട് നിൽക്കാമോ?
കുത്തല്ലേ 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 പിന്നെ പാച്ചുവേ ചിരിച്ചേ. വേണ്ട പാടി ചായത്തിലെന്തിനോട്ട് birthday to you. Happy birthday. കഴിക്കുമോനെ ആ ഹാപ്പി ബർത്ത്ഡേ അജയ്. ഹാപ്പി ബർത്ത്ഡേ അമ്മയ്ക്ക്. എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ആ സൂപ്പർ സൂപ്പർ. ഗിഫ്റ്റൊക്കെയാ പിടിച്ചേ പിടിച്ചേ. കൊടുക്ക്. എന്താ അമ്മ കാണിക്കുന്നേ? കൊച്ചനെ കൊല്ലുവോ? ഇങ്ങോട്ട് നോക്കേ. മോഹം ഗിഫ്റ്റ് കൊടുക്കുന്നവരെ എനിക്ക് കാണാൻ മേല. കൊടുത്തോ.
ഇത് സൈക്കിളല്ല, ഇത് കക്കൂസ്. ഇത് സൈക്കിള്, ഇത് അമ്മൂന്റെ ഭാഗമാണ്. അത് കുഞ്ഞാച്ചേട്ടന്റെ. ആഹാ ആഹാ കടിപ്പിച്ചോ കടിപ്പിച്ചോ. ഗിഫ്റ്റ് പിടിക്കേ. ആ എടുക്ക. അത് പൊട്ടിക്കാൻ മേലാന്നോ? പൊട്ടിച്ചോ. സിന്ദുരേച്ചി മേടിച്ച ഗിഫ്റ്റാണ് കേട്ടോ, സൈക്കിളാണേ. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുണ്ട് കേട്ടോ, ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഔട്ട്ലുക്ക് പിന്നെ നോക്കാം. അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പ്ലേ സ്കൂളിൽ നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെയാണ് മോഡൽ വരുന്നത് കേട്ടോ. പിന്നെ തന്നെ ഇവിടെ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞല്ലോ. കേക്ക് അപ്പം തന്നെ തീർന്നായിരുന്നു കേട്ടോ. ഇനി ഇത് ഇവരെല്ലാവരും കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ പാലപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കറി വെച്ച് കഴിക്കുന്നവർക്ക് ഗ്രീൻ പീസ് കറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാപ്പിയുണ്ട് കേട്ടോ. അതെന്താ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പാച്ചു ആണെങ്കിൽ ആകെ ടയർഡായി. ഇതാണ് പാച്ചുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടനാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് പോടാ. പിന്നെ അതേണ്ട കൊച്ചിൻ്റെ മമ്മി അമ്മ ശരണ ചേച്ചിയുടെ ഒക്കെ ഈ ഡ്രസ്സൊക്കെ ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ആള് സൂപ്പറായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് കേട്ടോ. ഹായ് ഓർക്കോ വരുന്നുണ്ട്. കണ്ടില്ലായിരുന്നോ? അതെ ഞാൻ മേടിച്ചു. ചിരിച്ചാണ് പൊന്നെ നല്ല ഇരുന്നോ. ബാക്കിലോട്ട് പോയ സബി പൊന്നെ കുക്കുരു കുക്കു. അവൻ അതിലിരിക്കണം. ഇഷ്ടപ്പെട്ടു. എങ്ങോട്ടേ പോകുന്ന വണ്ടി? അവിടെ ചെന്ന് നിൽക്കും. ട്രിപ്പിന് പോവാണോ? ഷോൾഡർ പിടിച്ച് പൊറോട്ട വലിച്ചാൽ പൊക്ക പൊക്ക. ഇവരുടെ വീഡിയോ എടുക്കട്ടെ. മറിക്കേ വണ്ടി വേണോ? അച്ഛോ
ഇടിക്കാറായോടാ നീ ഇടിക്കാറായോടാ. അത്ര ഒന്നുകൂടി ഷൂ ഒക്കെ കാണിച്ച ഷൂ അതിന്റെ ഇതെന്ത് പൂ പോലുള്ള ഇനി അടുത്ത അമ്മു അപ്പിയുടെ പ്രോഡക്റ്റിൽ ഇരിക്കാം. അടുത്തത് കക്കൂസിലോട്ട് പോകാം. ഇനി അതിലിരുത്ത സബി ഇനി കക്കൂസിലിരുത്താം. ഇനി അടുത്തത് പ്രോഡക്റ്റ് കക്കൂസ്. കടിക്കില്ലേ? ഓക്കെ. ആന്റിക്ക് വിരുന്നുകാർ വന്നു. അപ്പൊ അത് ഞാൻ താമസിച്ചോണ്ട് പൊന്നാച്ചൻ ഹാപ്പി ബർത്ത്ഡേ എടുക്കട്ടെ. ചേച്ചി പെണ്ണ് വിളിക്ക് നോക്ക്. ഇവിടെ നോക്കിയേ. ഇത് മാമൻ തന്നാ കേട്ടോ, ജെബിൻ മാമൻ കൊണ്ടുവന്ന് തന്നതാണ്. വണ്ടി കാണിച്ചേ. അമ്മു ഡ്രസ് കാണിച്ചേ. സെറ്റ് അല്ല ഇതിനെടുത്തോണ്ട് നടക്കുന്നേ. അവക്ക് പണി എടുക്കാതിരിക്കണം കൊച്ചിനെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ ചിരിക്കുന്നത് എന്താ? ഈ ഇരിക്കുന്നത് എന്താ? ഞാൻ ശരിയാകും. പിന്നെ ഞാൻ ഒറ്റ അടിയെടുക്കും. ഒറ്റ അടി ശരിയാകും. ഓടാ ഞാൻ തല്ലോടാ ശരിയാകും. ഞാൻ വാടാ ചോദിക്കുന്നെങ്കിൽ വാടാ. ഇവനല്ലേ ഇവൻ ഭയങ്കര ചായന. വാടാ ശരിയാക്കൂടാ. ഇവനല്ലേ ഭയങ്കര ചായന. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. ഞാൻ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട്. സമയം ഇപ്പോൾ 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.